ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ റിവിഷൻ സീരീസിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. 6 മുതൽ 10 വരെയുള്ള ചാപ്റ്ററുകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിനർത്ഥം ഈ ഭാഗങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ എന്നുള്ളതല്ല, എങ്കിലും മുൻപുള്ള പരീക്ഷകളിലെല്ലാം ആവർത്തിച്ച് സ്ഥിരമായിട്ട് വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മളിവിടെ പ്രധാനമായും പറയുന്നത്. അപ്പോൾ 6-ാമത്തെ ജുഡീഷ്യറി എന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമുക്കിതിനെ ഈ ഭാഗം മനസ്സിലാക്കി വെക്കേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോൾ ഒന്നാമത് ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ നീഡ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നുള്ളതാണ്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. എന്തിനാണ് ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യം വേണ്ടുന്നത്, ഇൻഡിപെൻഡൻസ് വേണ്ടുന്നത് എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ നീഡ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നുള്ളത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിലും ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്കിപ്പോൾ കടക്കാം. അതാണ് ഹൗ ക്യാൻ വി മെയിൻറ്റെയിൻ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്നുള്ളത്, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാം എന്നുള്ളത്. ഹൗ ക്യാൻ വി മെയിൻറ്റെയിൻ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഓർ മെത്തേഡ്സ് ടു മെയിൻറ്റെയിൻ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിരവധി മാർഗ്ഗങ്ങളുണ്ട്. അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓർ മെത്തേഡ് ഓഫ് അപ്പോയിൻറ്റിങ് ദ ജഡ്ജസ്. ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ ജഡ്ജിമാരെ നിയമിക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ ജഡ്ജിമാരെ നിയമിക്കുന്ന രീതി പരിഷ്കരിക്കുന്നതിലൂടെ, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ജഡ്ജിമാരുടെ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്നുള്ളതാണ്. അതിൽ ഈ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ എന്നൊക്കെ പറയുന്ന പോയിൻറ്റുകളുണ്ട്. അതുകൂടി ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഗിവിങ് ഫിക്സഡ് ടെന്യൂർ അല്ലെങ്കിൽ ഫിക്സഡ് ടേം ടു ദ ഓഫീസ് ഓഫ് ദി ജഡ്ജസ്. ജഡ്ജിമാരുടെ ഓഫീസിന് സ്ഥിരമായ കാലാവധി, നിശ്ചിത കാലാവധി നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത്. അതിനെയാണ് ഫിക്സഡ് ടെന്യൂർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഗിവിങ് സെക്യൂരിറ്റി ഓഫ് ഓഫീസ്, ജോലിക്ക് സുരക്ഷ നൽകുക എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ജഡ്ജിമാരെ പുറത്താക്കുക, അങ്ങനെയുള്ളതല്ല. ഗിവിങ് സെക്യൂരിറ്റി ഓഫ് ഓഫീസ് ടു ദ പോസ്റ്റ് ഓഫ് ജഡ്ജസ്, അതാണ്. അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് ഗിവിങ് ഹാൻസം സാലറി ടു ദ ജഡ്ജസ്. അതല്ലാന്നുണ്ടെങ്കിൽ ആബ്സെൻസ് ഓഫ് ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസ്, ഇതൊഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹാൻസം സാലറി നൽകുന്നതിലൂടെ ജഡ്ജിമാരുടെ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ആകർഷകമായിട്ടുള്ള ശമ്പളം അല്ലെങ്കിൽ വേതനം നൽകുന്നതിലൂടെ ജഡ്ജിമാരുടെ ഇൻഡിപെൻഡൻസ് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത മാർഗ്ഗമാണ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറ്റി നിർത്തുക, സെപ്പറേറ്റ് ചെയ്ത് നിർത്തുക, വേർതിരിച്ച് നിർത്തുക. ഇതാണ് അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഏജൻസിയെ ജുഡീഷ്യറിയിൽ നിന്ന് മാറ്റി നിർത്തുക, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ്. മറ്റൊരു മാർഗ്ഗമാണ് റെസ്ട്രിക്ഷൻ ഓഫ് പ്രാക്ടീസ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ ഓഫ് പ്രാക്ടീസ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിമാർക്ക് ആഫ്റ്റർ ദ ടെന്യൂർ ദേ കനോട്ട് പ്രാക്ടീസ് ആസ് എ ജഡ്ജസ്. അവർക്ക് ജഡ്ജിമാരായിട്ട് ദേ കനോട്ട് പ്രാക്ടീസ് ആസ് അഡ്വക്കേറ്റ്സ്, വക്കീലന്മാരായിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർക്ക് അനുവാദമില്ല. ഇതാണ് അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഇമ്മ്യൂണിറ്റി ഫ്രം പേഴ്സണൽ ക്രിറ്റിസിസംസ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുന്നത്. ജഡ്ജിമാരെ നമുക്ക് ഒരിക്കലും വിമർശിക്കാൻ പാടുകയില്ല. അവർ ഒരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉടനെ മോശമായ വാക്കുകൾ ഉപയോഗിക്കാനോ അവരെ അസഭ്യം വിളിക്കാനോ ഒന്നും നമുക്ക് കഴിയുകയില്ല. അതെല്ലാം തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് കണക്കാക്കുന്നതാണ്, അല്ലെങ്കിൽ കോടതി അലക്ഷ്യമായിട്ട് കണക്കാക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇമ്മ്യൂണിറ്റി ഫ്രം പേഴ്സണൽ ക്രിറ്റിസിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങളെന്ന് പറയുന്നത്. ഇനി ആദ്യം തന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ് എന്ന് പറഞ്ഞുകൊണ്ട് ജുഡീഷ്യൽ നിയമന കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അത് വ്യക്തമായിട്ട് വേറെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതാണ് ഒന്നാമത്തേതെന്ന് പറയുന്നത്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നതാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള
സുപ്രീം കോടതി എന്ന് പറയുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഹെഡിങ്ങുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. റിമൂവൽ ഓഫ് ജഡ്ജസ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടും വരുന്ന ഭാഗമാണ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അധികാര മേഖല അല്ലെങ്കിൽ അധികാര പരിധി എന്നൊക്കെ പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത്. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. അപ്പോൾ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതാണ് കുറേ ഹെഡിങ്ങുകൾ ഒന്ന് പറയാം, എക്സ്പ്ലനേഷനുകൾ പറയുന്നില്ല. ഒന്നാമത്തത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ തനത് അധികാരം എന്ന് പറയും. ഹെഡിങ്ങുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. തനത് അധികാരം, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ജൂറിസ്ഡിക്ഷൻ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്ന ഒരു ജൂറിസ്ഡിക്ഷൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം, തെറ്റിക്കരുത് കഴിയുന്നത്. അപ്പോൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, അതായത് തനത് അധികാരം എന്ന് പറയുന്നത്, അതായത് ചില കേസുകൾ ദ സുപ്രീം കോർട്ട് ക്യാൻ ഡയറക്റ്റ്ലി ഹിയർ സം കേസസ്. ചില കേസുകൾ നേരിട്ട് സുപ്രീം കോടതിയാണ് കേൾക്കുന്നത്, അല്ലാതെ താഴെ ഉള്ള ഒരു കോടതിയും അത് അങ്ങനെയുള്ള കേസുകൾ കേൾക്കാറില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഏതെങ്കിലും കീഴ്ക്കോടതികളല്ല കേൾക്കുന്നത്, മറിച്ച് ഡയറക്റ്റായിട്ട് സുപ്രീം കോടതി തന്നെയാണ് ആ കേസുകൾ കേൾക്കുന്നത്. ഇതിനെയാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പീൽ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോർട്ട് ഹാസ് ദ റൈറ്റ് ടു ഹിയർ അപ്പീൽസ് ഫ്രം ലോവർ കോർട്ട്സ്, അതായത് കീഴ്ക്കോടതികളുടെ വിധിയിന്മേൽ അപ്പീൽ കേൾക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ് ആയാലും ക്രിമിനൽ കേസസ് ആയാലും സിവിൽ കേസായാലും എന്ത് കേസുകളായാലും അപ്പീലുകൾ കേൾക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. സോ സെക്കൻഡ് വൺ ഈസ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. രണ്ടാമത്തതാണ് അപ്പീൽ അധികാരം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്ട് അധികാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 32 guarantees the Supreme Court of India to issue writs for the protection of fundamental rights. നമുക്കറിയാം, മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. 5 റിട്ടുകളാണുള്ളത്. ഹേവിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോറാറി, കോവാറൻറ്റോ, പ്രൊഹിബിഷൻ എന്നൊക്കെ പറയുന്ന 5 റിട്ടുകളാണുള്ളത്. ഈ 5 റിട്ടുകളും സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. ഇതിനെയാണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപദേശ അധികാരം എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോർട്ട് ക്യാൻ ഗിവ് അഡ്വൈസസ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ് ഓർ ലീഗൽ മാറ്റേഴ്സ് ടു ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡൻറ്റിനെ പോലെയുള്ള ഹൈ ഒഫീഷ്യൽസിന്, അല്ലെങ്കിൽ ഉന്നത പദവിയിലിരിക്കുന്നവർക്ക് അഡ്വൈസ്, ഉപദേശങ്ങൾ നൽകാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഇനി മറ്റൊരു അധികാരം എന്ന് പറയുന്നത്, അതിനെയാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ഉപദേശ അധികാരം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സുപ്രീം കോർട്ട് ആക്ട്സ് ആസ് എ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് എല്ലാ കേസിൻ്റെയും ഡീറ്റെയിൽസ് സുപ്രീം കോടതി സ്റ്റോർ ചെയ്ത് വെക്കുന്നു ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട്. ഇതാണ് കോർട്ട് ഓഫ് റെക്കോർഡായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. ഇനി മറ്റൊരു അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന അധികാരം. ഇന്ത്യൻ സുപ്രീം കോടതിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അധികാരങ്ങളിലൊന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. എന്താണ് ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പവർ of the Supreme Court to declare the laws passed by the legislature or the orders issued by the executive as unconstitutional. നമ്മുടെ സുപ്രീം കോടതിക്ക് നമ്മുടെ നിയമനിർമ്മാണ സഭയോ നമ്മുടെ എക്സിക്യൂട്ടീവുകളോ ഒക്കെ പാസ്സാക്കിയ നിയമങ്ങൾ ഏതെങ്കിലും അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് തോന്നിയാൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് പറയാനുള്ള അധികാരമുണ്ട്. ഇതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീതിന്യായ പുനഃപരിശോധന എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അധികാരപരിധി എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ഹെഡിങ്ങുകൾ നമ്മൾ പറഞ്ഞു, അത് നമ്മളൊന്ന് വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ഇതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുള്ള ഒരു മേഖലയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. എന്താണ് ഈ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ആൻ ആക്റ്റീവ് ജുഡീഷ്യറി, അതാണ് ഉദ്ദേശിക്കുന്നത്.
ആക്റ്റീവായിട്ട് ജുഡീഷ്യറി പ്രവർത്തിക്കുന്നു. അതായത് നോർമൽ പ്രൊസീജിയറുകൾ മാത്രം ഫോളോ ചെയ്തുകൊണ്ടല്ല, മറിച്ച് മറ്റ് സോഷ്യൽ ഇഷ്യൂസിൽ കൂടി ജുഡീഷ്യറി ഇടപെടുന്നു. ജുഡീഷ്യറി ഇൻവോൾവ്സ് ഇൻ സോഷ്യൽ ഇഷ്യൂസ് ലൈക്ക് പൊല്യൂഷൻ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സുപ്രീം കോടതി നേരിട്ട് ഇടപെടുന്നു. അങ്ങനെ ജുഡീഷ്യറി ആക്റ്റീവ് ആവുന്നു. ഇതിനെയാണ് ആക്റ്റീവ് ജുഡീഷ്യറി അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയും. അതായത് ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ അല്ലെങ്കിൽ നീതിന്യായ ഊർജ്ജസ്വലത എന്നാണ് അതിൻ്റെ മലയാളം എന്ന് പറയുന്നത്. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്ന് പറയുന്നത് നീതിന്യായ ഊർജ്ജസ്വലത. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്താണ് എന്നുള്ളതാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലെങ്കിൽ പൊതു താൽപ്പര്യ ഹർജിയാണ് ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഘടന എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മളൊരു പിരമിഡ് പോലെയൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുക. അതിലേറ്റവും ടോപ്പിൽ വരുന്ന കോടതിയാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അത് എഴുതണം. അതിൻ്റെ 1-2 പ്രത്യേകതകൾ അതുകൂടി നമ്മൾ എഴുതണം. അതെല്ലാം നോട്ട്സിലൊക്കെ നമ്മൾ തന്നിട്ടുള്ളതാണ്. അതിൻ്റെ താഴെ വരുന്നതാണ് ഹൈക്കോടതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അതിന് താഴെ വരുന്നത് ഹൈക്കോർട്ട്സ്, ഇന്ത്യയിലെ ഹൈക്കോടതികൾ. അതിനും താഴെ വരുന്നത് ഡിസ്ട്രിക്ട് കോർട്ട്സ് അല്ലെങ്കിൽ ജില്ലാ കോടതികൾ. അതിനും താഴെ വരുന്നതാണ് സബോർഡിനേറ്റ് കോർട്ട്സ് അല്ലെങ്കിൽ സബ് കോർട്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഉപകോടതികൾ അല്ലെങ്കിൽ സബ് കോടതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ സുപ്രീം കോടതി, അതിന് താഴെ ഹൈക്കോടതികൾ, അതിനും താഴെ ജില്ലാ കോടതികൾ, അതിനും താഴെ ഉപകോടതികൾ അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോടതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ജുഡീഷ്യറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്ററാണ് ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സമ്പ്രദായം. ഫെഡറലിസം എന്ന് തന്നെയാണ് ഫെഡറലിസം എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ വരുന്നത് കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം, എന്താണ് ഒരു ഫെഡറേഷൻ്റെ സവിശേഷതകൾ? ദർ ആർ 4 ഫീച്ചേഴ്സ്, 4 ഫീച്ചറുകളാണ് ഒരു ഫെഡറേഷന് ഉള്ളത്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെറ്റ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റുകളും. കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ്, സംസ്ഥാന ഗവൺമെൻറ്റുകളെന്ന് പറയുന്നത് 2ാമത്തെ യൂണിറ്റ്. ഇങ്ങനെ 2 സെറ്റ്സ് ഓഫ് പവേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 സെറ്റ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. അതായത് ഒരു ഭരണഘടനയുടെ പരമാധികാരം ഉണ്ടായിരിക്കും. അതാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത്. അതായത് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2 സെറ്റ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് ഉണ്ടായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ആ രീതിയിലൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, യൂണിറ്റ് ഗവൺമെൻറ്റുകൾ, ആ രീതിയിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇതാണ് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. ഭരണഘടനയുടെ പരമാധികാരം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മേധാവിത്വം ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര വിഭജനമാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്ജക്ട്സ്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഇന്ന അധികാരങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇന്ന അധികാരങ്ങൾ. അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ഉണ്ടായിരിക്കും. ഇതാണ് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത 4ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര നീതിന്യായ സംവിധാനം ഉണ്ടായിരിക്കും. അപ്പോൾ ദീസ് ആർ ദ 4 ഫീച്ചേഴ്സ് ഓഫ് എ ഫെഡറേഷൻ. ഏത് ഫെഡറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ 4 ഫീച്ചേഴ്സ് ആ ഫെഡറേഷന് ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, 2 സെറ്റ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് ഉണ്ടായിരിക്കും, 2 തരം ഗവൺമെൻറ്റുകൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തത് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ പ്രാധാന്യം ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ മേധാവിത്വം ഉണ്ടായിരിക്കും. മൂന്നാമത്തത് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ടായിരിക്കും, അധികാര വിഭജനം ഉണ്ടായിരിക്കും. നാലാമത്തത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ടു സെറ്റിൽ ഡിസ്പ്യൂട്ട്സ്, അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സ്വതന്ത്ര നീതിന്യായ സംവിധാനവും
ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് തന്നെ ഇന്ത്യയുടെ ഫെഡറേഷനിലും ഉണ്ട്. ഇന്ത്യയുടെ ഫെഡറേഷൻ എന്ന് പറയാൻ കഴിയുകയില്ല, എങ്കിലും ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനത്തിലും ഈ ഒരു സ്ട്രക്ചറുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്, വളരെ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അധികാരം എങ്ങനെ വിഭജിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇൻ ഇന്ത്യ പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ 3 ലിസ്റ്റ് ഓർ ബേസ്ഡ് ഓൺ 3 ലിസ്റ്റ്. 3 ലിസ്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യയിൽ അധികാരം വിഭജിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര ലിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംയുക്ത ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നിലും കുറേ അധികാരങ്ങൾ ഇങ്ങനെ വിഭജിച്ച് നൽകിയിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അധികാരങ്ങളെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് അധികാരങ്ങളാണ്, അല്ലെങ്കിൽ കേന്ദ്ര ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അധികാരങ്ങളാണ്. അതിൽ ഒന്നാണ് ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധം, യുദ്ധം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അടുത്തതാണ് നമ്മുടെ സൈനിക ശേഷി, അതൊക്കെയാണ് ഡിഫൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ന്യൂക്ലിയർ പവർ അല്ലെങ്കിൽ അണു ശക്തി എന്ന് പറയുന്നത്. അടുത്തത് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യം. അടുത്തത് വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും. അടുത്തത് ബാങ്കിങ്. അടുത്തത് റെയിൽവേ. അടുത്തത് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്. അടുത്തത് സ്പേസ് അല്ലെങ്കിൽ ബഹിരാകാശം. പിന്നീട് പോർട്ട്, നമ്മുടെ കപ്പൽ അടുക്കുന്ന സ്ഥലങ്ങൾ, കപ്പൽ യാർഡുകൾ. അതേപോലെ തന്നെ കറൻസി, നാണയങ്ങൾ, അങ്ങനെയൊക്കെയുള്ളത്, നോട്ട് പ്രിൻ്റ് ചെയ്യൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അടുത്തത് ഇൻകം ടാക്സ്, ആദായ നികുതി. ഇതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അധികാരങ്ങൾ. ഇതൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് അധികാരങ്ങൾ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അധികാരങ്ങൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി, പോലീസ്, ജയിൽ, ലോക്കൽ ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾ, പബ്ലിക് ഹെൽത്ത്, പൊതുജന ആരോഗ്യം, ഫിഷറീസ്, മത്സ്യബന്ധനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രേഡ് ആൻഡ് കോമേഴ്സ്, വ്യാപാരം, വ്യവസായം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആനിമൽ ഹസ്ബൻഡറി, മൃഗപരിപാലനം, ഇങ്ങനെയുള്ളതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സംയുക്ത ലിസ്റ്റ് ഉണ്ട്. സംയുക്ത ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, അതായത് ഈ വസ്തു കൈമാറ്റം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അടുത്തത് ഫോറസ്റ്റ്, വനം, ലേബർ, തൊഴിൽ, അഡൾട്രേഷൻ, ഈ ഭക്ഷ്യ സാധനങ്ങളിലൊക്കെ മായം ചേർക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മാരേജ് ആൻഡ് ഡിവോഴ്സ്, വിവാഹമോചനം, ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ, മത്സ്യബന്ധനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രൈസ് കൺട്രോൾ, വില നിയന്ത്രണം. ഇനി ഇതിൽ മൂന്നിലും ഉൾപ്പെടാത്ത കുറേ അധികാരങ്ങൾ റെസിജ്വറി പവേഴ്സ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ എന്ന ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സൈബർ നിയമങ്ങൾ, സൈബർ ലോസ് എന്ന് പറയുന്നത്, അത് റെസിജ്വറി പവേഴ്സിൽ വരുന്നതാണ്, ഇല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങളെന്ന് പറയുന്നതിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് 3 ലിസ്റ്റ് ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നതും അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി മറ്റൊന്ന് ഇന്ത്യൻ ഫെഡറേഷനിലെ തർക്കങ്ങളാണ്, കോൺഫ്ലിക്റ്റുകളാണ്. കോൺഫ്ലിക്ട്സ് ഇൻ ഇന്ത്യൻ ഫെഡറേഷൻ. അപ്പോൾ ഈ കോൺഫ്ലിക്ട്സ് ഇൻ ഇന്ത്യൻ ഫെഡറേഷൻ നമ്മൾ രണ്ടായിട്ട് കണക്കാക്കാം. അതായത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ, ആ ഒരു രീതിയിൽ ഒരു ഹെഡിങ്ങിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, ആ ഒരു രീതിയിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ആദ്യം നമ്മൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻഷിപ്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഇതിൽ തർക്കങ്ങളുണ്ടാകുന്നത് ഡിമാൻഡ് ഫോർ ഓട്ടോണമി, അതുമായി ബന്ധപ്പെട്ടാണ്. അതായത് പല സംസ്ഥാനങ്ങളും കൂടുതൽ ഭരണം, സ്വയംഭരണം, ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭരണം, കൂടുതൽ സംസ്ഥാനങ്ങളും ഓട്ടോണമി ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സ്വയംഭരണം ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ തർക്കം എന്ന് പറയുന്നത്, ഡിമാൻഡ് ഫോർ ഓട്ടോണമി എന്ന് പറയുന്നത്, സ്വയംഭരണത്തിനായിട്ടുള്ള തർക്കം, ആവശ്യം. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ ഓഫ് ഗവർണർമാരുടെ പങ്ക്, സംസ്ഥാന ഗവർണർമാരുടെ പങ്ക്. സംസ്ഥാന ഭരണത്തിൽ പല സംസ്ഥാന ഗവർണർമാരും ഇടപെടുകയും തർക്കങ്ങളുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് റോൾ ഓഫ് ഗവർണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഗവർണേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ദ ആക്ട് ആസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്.
അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ ഗവർണർമാരെ ഓരോ സംസ്ഥാനങ്ങളിൽ നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധികളായിട്ട് വർക്ക് ചെയ്യുന്നു. സം ഓഫ് ദി ഗവർണേഴ്സ് ഇൻ്റർഫിയർ ഇൻ ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ദൈനംദിന വിഷയങ്ങളിൽ ഇടപെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് അടുത്തൊരു തർക്കത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത തർക്കമാണ് ഡിമാൻഡ് ഫോർ ന്യൂ സ്റ്റേറ്റ്സ്. പുതിയ സ്റ്റേറ്റുകൾ, ഉള്ള സ്റ്റേറ്റുകൾ പോരാതെ പുതിയ സ്റ്റേറ്റുകൾ രൂപീകരിക്കപ്പെടണമെന്നുള്ള ആവശ്യവുമായിട്ട് പലരും ഇറങ്ങിയിട്ടുണ്ട്. അതാണ് അടുത്ത ഒരു തർക്കം എന്ന് പറയുന്നത്. ഇനി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം പ്രധാനമായിട്ടും 2 വിഷയങ്ങളിലാണ് ഉണ്ടാകാറുള്ളത്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. സ്റ്റേറ്റുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ്. പ്രധാനമായിട്ടും 2 മേഖലകളിലാണ് തർക്കങ്ങൾ ഉണ്ടാകാറുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ബോർഡർ ഡിസ്പ്യൂട്ടാണ്, അല്ലെങ്കിൽ അതിർത്തി തർക്കമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട് ഓവർ ഷെയറിങ് ഓഫ് റിവർ വാട്ടർ, നമ്മുടെ നദീജലം ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ തർക്കം എന്ന് പറയുന്നത്. അപ്പോൾ ബോർഡർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിർത്തി തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയും കർണാടകവും തമ്മിൽ ബെൽഗാം എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ പഞ്ചാബും ചണ്ഡീഗഡും തമ്മിൽ ചണ്ഡീഗഡിന് വേണ്ടിയിട്ടൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് ഷെയറിങ് ഓഫ് റിവർ വാട്ടർ എന്ന് പറയുന്നത്. ഷെയറിങ് ഓഫ് റിവർ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നദീജലം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. നമുക്കറിയാം കർണാടകവും തമിഴ്നാടും കേരളവും തമ്മിൽ ഉള്ള മുല്ലപ്പെരിയാർ തർക്കം, അതേപോലെ തന്നെ കർണാടകവും തമിഴ്നാടും തമ്മിലുള്ള കാവേരി തർക്കം, ഇതെല്ലാം തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതോടൊപ്പം തന്നെ ഗുജറാത്തും മധ്യപ്രദേശും മഹാരാഷ്ട്രയും ഒക്കെ തമ്മിൽ ഈ നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട തർക്കം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്ന് പറയുന്നത്, ഈ ഫെഡറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഈ പവേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ പവർഫുള്ളായിട്ട് നിലനിർത്തിയിരിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ. ഇതാണ് നമ്മളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത്. അതിൻ്റെ പോയിന്റുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സോ ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അധികാരങ്ങൾ അല്ലെങ്കിൽ വിവേചന അധികാരങ്ങൾ, അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി മറ്റൊന്ന്, ഈ ജമ്മു കാശ്മീർ അങ്ങനെയൊക്കെയുള്ള ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾക്ക് ചില പ്രത്യേക പദവികൾ കൊടുത്തിട്ടുണ്ട്. ആ പദവികൾ കൊടുത്തിരിക്കുന്ന അതിൻ്റെ കാരണങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. മറ്റൊന്ന് അതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒരു പ്രധാനപ്പെട്ട കമ്മീഷൻ, അത് ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ പറ്റി പഠിച്ച കമ്മീഷൻ ഏതാണ് എന്നുള്ളത്. അപ്പോൾ സർക്കാരിയ കമ്മീഷൻ എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടുന്നത്. ദ കമ്മീഷൻ വിച്ച് സ്റ്റഡീഡ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. കേന്ദ്ര ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, സർക്കാരുകളെ പറ്റി പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളെ പറ്റിയും കേന്ദ്ര സർക്കാരിനെ പറ്റിയെല്ലാം പഠിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. MS സർക്കാരിയ, അദ്ദേഹമായിരുന്നു അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സർക്കാരിയ കമ്മീഷൻ എന്ന പേരിൽ അത് അറിയപ്പെട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെഡറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ലോക്കൽ ഗവൺമെൻറ്റ്സ്, അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. ഇതിലും ഒരു essay ക്വസ്റ്റ്യൻ പ്രധാനമായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന ലോക്കൽ ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു essay ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് 73rd and 74th അമെൻമെൻറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളെന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു എസ്സേയുടെ എഴുതേണ്ടുന്ന മാതൃകയിൽ തന്നെ നിങ്ങളത് വ്യക്തമായ രീതിയിൽ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ സാധാരണയായിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ ഇൻട്രഡക്ഷൻ ഓഫ് 73rd and 74th അമെൻമെൻറ്റ്സ്. അതായത് 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം
ഇന്ത്യയുടെ പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യമാണ് സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കാറുള്ളത്. അതിന് ഒരു 3-4 പോയിൻറ്റ്സ് ഉണ്ട്. ആ മെയിൻ പോയിൻറ്റ്സ് മാത്രം ഞാൻ പറയാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടയർ സ്ട്രക്ചർ ഉണ്ടായി എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസ്ഡ് 73rd and 74th Amendment introduced 3 tier structure in the local self governments in India. ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ 3 തട്ടുകളുള്ള ഭരണ സമ്പ്രദായം നിലവിൽ വന്നു എന്നുള്ളതാണ് ഒന്നാമത്തേതെന്ന് പറയുന്നത്. അതായത് ഗ്രാമപഞ്ചായത്ത്, ഗ്രാമസഭ എന്ന് പറയും ഏറ്റവും താഴത്തെ തട്ട്. അതിന് മുകളിലുള്ള തട്ടെന്ന് പറയുന്നത് പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയും. നമ്മൾ ഈ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത്. അതാണ് ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മധ്യ തട്ട് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ തട്ടാണ് ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്ത്, അതിന് മധ്യഭാഗത്തായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് താഴെയായിട്ട് ഗ്രാമപഞ്ചായത്ത്. ഇതാണ് ആ 3 തട്ടുകളുള്ള ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ 3 തട്ടുകൾ ഉണ്ടായിരിക്കും. അടുത്തത് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ 3 ടയേഴ്സ്. ഈ 3 തട്ടുകളിലേക്കും തിരഞ്ഞെടുപ്പ് ഏർപ്പെടുത്തി എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റിസർവേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്. ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. റിസർവേഷൻ വാസ് ഗിവൺ ടു SC ST ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഏർപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമൻ, അവർക്ക് വേണ്ടിയിട്ട് റിസർവേഷൻ ഏർപ്പെടുത്തി. 1/3 ഓഫ് സീറ്റ്സ് വെയർ റിസർവ്ഡ് ഫോർ വിമൻ. വേറെ ഒരു മേഖലയിലും ഇല്ല അങ്ങനെ. പാർലമെൻറ്റിലേക്കും ഇല്ല, നിയമസഭകളിലേക്കും ഇല്ല, മറിച്ച് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിലേക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് 1/3 റിസർവേഷൻ ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് സബ്ജക്ട്സ് എന്നുള്ളതാണ്. അതായത് വിഷയങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ കൈമാറ്റം ചെയ്ത് ഏതാണ്ട് 30-40 അധികാരങ്ങൾ പഞ്ചായത്തുകൾക്കായിട്ട് അല്ലെങ്കിൽ ബ്ലോക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുമായിട്ട് വിതരണം ചെയ്യപ്പെട്ടു. അങ്ങനെ 29 സബ്ജക്ട്സ് ആദ്യം 29 സബ്ജക്റ്റുകളായിരുന്നു. 29 സബ്ജക്ട്സ് വർ ഗിവൺ ടു ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്. 29 അധികാരങ്ങൾ ഇവർക്ക് വീതിച്ച് നൽകപ്പെട്ടു. അപ്പോൾ അതാണ് ട്രാൻസ്ഫർ ഓഫ് സബ്ജക്ട്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ കൈമാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷയങ്ങളുടെ കൈമാറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ പറയുന്ന പഞ്ചായത്തുകളിലേക്കും ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും എല്ലാം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്, അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഈ പറയുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കപ്പെട്ടു. ഇനി അവസാനത്തതുമാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൂടി തയ്യാറാക്കപ്പെട്ടു. ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു റിവ്യൂ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. സംസ്ഥാനവും അതേപോലെ പ്രാദേശിക ഗവൺമെൻറ്റുകളും തമ്മിലുള്ള പണ കൈമാറ്റം അല്ലെങ്കിൽ റവന്യൂവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് കൈകാര്യം ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തുനിന്ന് പ്രധാനമായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്ന ഒരു തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പദവി കൊടുക്കണം, ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട കമ്മീഷനാണ് PK തുങ്കൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ് 73rd and 74th Amendment വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഈ 73-74 ഭരണഘടനാ ഭേദഗതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. സോ ദിസ് കമ്മീഷൻ റെക്കമെൻഡഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ദ എബോവ് സെഡ് പ്രൊവിഷൻസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 73-74 ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടുത്താനായിട്ട് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഈ പറയുന്ന PK തുങ്കൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ അടുത്ത ഒരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ. ഇതാണ് ചാപ്റ്ററിൻ്റെ
പേരെന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ആവർത്തിച്ച് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ പോയിൻറ്റ്സിലേക്ക് നമുക്കൊന്ന് കടക്കാം. മെത്തേഡ്സ് ടു ഹൗ ക്യാൻ വി അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഓർ വിച്ച് ആർ ദ മെത്തേഡ്സ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയെല്ലാം നമുക്ക് മാറ്റിമറിക്കാം അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന മാർഗ്ഗത്തെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ദ പ്രൊസീജിയർ ഫോർ മേക്കിംഗ് ചേഞ്ചസ് ഓർ അഡീഷൻസ് ഓർ ഡിലീഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അമെൻമെൻറ്റ് നടത്താൻ കഴിയുക? ദർ ആർ 3 മെത്തേഡ്സ് ഫോർ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് 3 മാർഗ്ഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് അമെൻമെൻറ്റ് വിത്ത് സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി, അതാണ് ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത്. അമെൻമെൻറ്റ് വിത്ത് സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്, അതായത് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 50+1 51, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് അമെൻമെൻറ്റ് ബൈ 2/3 മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്. കുറച്ചുകൂടെ കടക്കുന്നുണ്ട്. അമെൻമെൻറ്റ് ബൈ 2/3 മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്, അതായത് ഇന്ത്യൻ പാർലമെൻറ്റിലെ 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം. പകുതി കൂടുതലുള്ള ഭൂരിപക്ഷമാണ് കേവല ഭൂരിപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കൂടുതൽ അംഗങ്ങൾ ആവശ്യമായിട്ട് വരും 2/3 മെജോറിറ്റി ഭൂരിപക്ഷം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ രണ്ടാമത്തെ മാർഗ്ഗമാണ് അമെൻമെൻറ്റ് ബൈ 2/3 മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ 2/3 ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ 2 മാർഗ്ഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തതും അവസാനത്തതുമായിട്ടുള്ള മാർഗ്ഗമാണ് അമെൻമെൻറ്റ് മെയ്ഡ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്, അല്ലെങ്കിൽ 2/3 മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് വിത്ത് ദ റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ്. അതായത് കുറച്ചുകൂടെ കടുക്കുകയാണ്. അതായത് ഇത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്: പാർലമെൻറ്റിൻ്റെ 2/3 ഭൂരിപക്ഷം അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം, അത് കൂടാതെ പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഇങ്ങനെയും ഒരു മെത്തേഡുണ്ട്. അപ്പോൾ 3 മെത്തേഡുകളാണുള്ളത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്, പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്, അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ 2/3 ഭൂരിപക്ഷം. മൂന്നാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ 2/3 ഭൂരിപക്ഷം, അതുകൂടാതെ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഇതാണ് 3 മാർഗ്ഗങ്ങളെന്ന് പറയുന്നത്. ഈ 3 മാർഗ്ഗങ്ങളിലൂടെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് മാറ്റി മറിക്കാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ ആ ഭേദഗതി വരുത്താനായിട്ട് കഴിയുന്നത്. ഇനിയാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അതായത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന് പറയുന്ന ആശയം. ഇത് സെപ്പറേറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ബേസിക് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത്? അപ്പോൾ ഇതിലൊരു കേസ് കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു കേസിൻ്റെ വിധിയിലാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ആശയം സുപ്രീം കോടതി മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് ഇൻ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് കേശവാനന്ദ ഭാരതി കേസ് ഇൻ 1973, Supreme Court of India put forward the idea of a basic structure of constitution. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്ന 1973 കേസിലെ വിധിയിലൂടെയാണ് സുപ്രീം കോടതി ബേസിക് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന് പറയുന്ന ആശയം മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റ് ക്യാൻ amend the constitution without changing the basic structure of the constitution എന്നുള്ളതാണ്. ഭരണഘടനയ്ക്ക് പാർലമെൻറ്റിന് ഭരണഘടന എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാം, പക്ഷേ അതിൻ്റെ അടിസ്ഥാന ഘടനയ്ക്ക് ഒരു മാറ്റവും വരാൻ പാടില്ല എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പറയാം. അതായത് സോവറിനിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഭരണഘടനയുടെ പരമാധികാരം,
ഫെഡറൽ സ്ട്രക്ചർ, ഫെഡറൽ സംവിധാനം, സെക്യുലാരിസം അല്ലെങ്കിൽ മതേതരത്വം, ഡെമോക്രസി ജനാധിപത്യം, റിപ്പബ്ലിക് എന്ന ആശയം, റൂൾ ഓഫ് ലോ നിയമവാഴ്ച, ജുഡീഷ്യൽ റിവ്യൂ നീതിന്യായ പുനഃപരിശോധന, പാർലമെൻ്ററി സിസ്റ്റം പാർലമെൻ്ററി സമ്പ്രദായം, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി സ്വതന്ത്ര നീതിന്യായ സംവിധാനം, ഇതെല്ലാമാണ് ബേസിക് സ്ട്രക്ചർ. ഇത് മാത്രമല്ല, ഇതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും കാലാകാലങ്ങളിൽ ഓരോ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ ഒന്നും മാറ്റം വരുത്താതെ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അടുത്ത ഒരു ചോദ്യം ഇങ്ങനെ അടുത്ത കാലത്ത് സമീപകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് കോൺട്രവേഴ്സ്യൽ അമെൻമെൻറ്റ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിട്ടുള്ള വിവാദപരമായിട്ടുള്ള ഭേദഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതും കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കാം. അതായത് 38, 39, 42 ഈ അമെൻമെൻറ്റ്സ് ആണ് കോൺട്രവേഴ്സ്യൽ അമെൻമെൻറ്റ്സ് ആയിട്ട് കണക്കാക്കാറുള്ളത്. അതായത് 38, 39, 42 അമെൻമെൻറ്റുകളാണ് ഈ കോൺട്രവേഴ്സ്യൽ അമെൻമെൻറ്റ്, ഇല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള അമെൻമെൻറ്റുകളായിട്ട് കണക്കാക്കാറുള്ളത്. ദീസ് അമെൻമെൻറ്റ്സ് were made during the period of എമർജൻസി. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നിലനിന്ന കാലഘട്ടത്തിലുണ്ടായ ഭേദഗതികളെയാണ് ഇങ്ങനെ പറയാറുള്ളത്. അതിൽ തന്നെ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 42nd അമെൻമെൻറ്റ് ആണ്, അല്ലെങ്കിൽ 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഈ ഭേദഗതിയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഭരണഘടനയിൽ വരുത്തി. അതുകൊണ്ട് തന്നെ ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ പറയുന്ന 42ാം ഭേദഗതിയിലൂടെ ഈ ലോക്സഭയുടെയൊക്കെ കാലാവധി എക്സ്റ്റെൻഡഡ് ഫ്രം 5 years to 6 years, 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയൊക്കെ മാറ്റി. പിന്നീട് അത് വീണ്ടും തിരിച്ചു മാറ്റിയായിരുന്നു, എങ്കിലും ആ കാലാവധി 5 നിന്നും 6 വർഷമാക്കി മാറ്റി. അതാണ് ഇതിൻ്റെ ഒരു മാറ്റമെന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ ഉൾപ്പെടുത്തപ്പെട്ടു. ചേഞ്ചസ് വെയർ ഒക്കേർഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ഭേദഗതി കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് നിന്ന് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത്. മറ്റുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ വിശദമായിട്ട് പഠിച്ചോളുക. ഇനി നമ്മുടെ 10ാമത്തെ ഫിലോസഫി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. 10ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫിലോസഫി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വചിന്ത എന്ന ഒരു ടോപ്പിക്കിലേക്ക് കൂടി നമുക്ക് ഒന്ന് കടക്കാം. അപ്പോൾ അതിൽ ഫിലോസഫി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വചിന്ത എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കി പറയാനൊന്നും പറ്റത്തില്ല. ദർ ഇസ് നോ സിംഗിൾ വേർഡ് ടു ഷോ ദാറ്റ് ദിസ് ഈസ് ദ ഫിലോസഫി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതായത് ലിബർട്ടി ഉണ്ട്, ഇക്വാളിറ്റി ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, യൂണിറ്റി ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. ഇതെല്ലാം തന്നെ ഫിലോസഫിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് ലിബർട്ടി സ്വാതന്ത്ര്യം, ഇക്വാളിറ്റി സമത്വം, സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ നീതി, യൂണിറ്റി ഐക്യം, പിന്നീട് ഡെമോക്രസി അത് മറ്റൊരാശയമാണ്, ഇൻഡിവിജ്വൽ ഫ്രീഡം വ്യക്തി സ്വാതന്ത്ര്യം അത് മറ്റൊരു ഫിലോസഫിയാണ്, സോഷ്യൽ ജസ്റ്റിസ് നേരത്തെ പറഞ്ഞു സാമൂഹ്യ നീതി, റെസ്പെക്റ്റ് ഫോർ മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങളോടുള്ള ബഹുമാനം, സെക്യുലാരിസം മറ്റൊരാശയമാണ്, യൂണിവേഴ്സൽ സഫറേജ് അല്ലെങ്കിൽ പ്രായപൂർത്തി വോട്ടവകാശം, ഫെഡറലിസം മറ്റൊരാശയമാണ്, നാഷണൽ യൂണിറ്റി ദേശീയ ഐക്യം മറ്റൊരാശയമാണ്. ഇങ്ങനെ പല ഫിലോസഫികൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ കൂടി നമ്മൾ എഴുതി വയ്ക്കുമ്പോഴത്തേക്ക് ആ ഉത്തരം ആകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിവിധ ഫിലോസഫീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ക്രിറ്റിസിസംസ് അഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ളതാണ്, സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്നതുമാണ്. ക്രിറ്റിസിസംസ് അഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത് പ്രധാനമായിട്ടും 3 വിമർശനങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അൺവൈഡ്ലി ഇൻ നേച്ചർ.
അതായത് ഇന്ത്യൻ ഭരണഘടന വളരെ ബൃഹത്തായതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വിമർശനമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ നോക്കിക്കൊള്ളുക. മറ്റൊന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അൺറെപ്രസെൻറ്റേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാതിനിധ്യം ഇല്ലായിരുന്നു എന്നുള്ളത്. അതാണ് അടുത്ത വിമർശനം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഏലിയൻ ടു ഇന്ത്യൻ കണ്ടീഷൻസ്, ഇല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് യോജിച്ചതല്ല എന്നുള്ളത്. സോ ദീസ് ആർ ദ ത്രീ ക്രിറ്റിസിസംസ് ലെവൽഡ് അഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് അൺവൈഡ്ലി ഇൻ നേച്ചർ, ഇന്ത്യൻ ഭരണഘടന ബൃഹത്തായതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് അൺറെപ്രസെൻറ്റേറ്റീവ് ഇൻ നേച്ചർ, ഇന്ത്യൻ ഭരണഘടന പ്രാതിനിധ്യമില്ലാത്തതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഏലിയൻ ടു ഇന്ത്യൻ കണ്ടീഷൻസ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ത്യയുടെ സാഹചര്യങ്ങളോട് യോജിപ്പില്ലായിരുന്നു എന്നുള്ളത്. ഇനി അടുത്തത് മറ്റൊന്നും ഇടയ്ക്ക് ചോദിക്കാറുള്ളതുമായിട്ടുള്ള ഒന്നാണ് ലിമിറ്റേഷൻസ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ പരിമിതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തത് അതിൻ്റെ അകത്ത് പറയുന്നത് സെൻട്രലൈസ്ഡ് ഐഡിയ ഓഫ് നാഷണൽ യൂണിറ്റി, അതായത് ഐക്യത്തിൻ്റെ കേന്ദ്രീകൃത സ്വഭാവമുണ്ട്. അതാണ് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഐക്യത്തിന് പ്രാധാന്യം കൊടുത്തില്ല, മറിച്ച് ദേശീയ ഐക്യത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത് എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് ഗിവൺ ഇമ്പോർട്ടൻസ് ഓൺലി ടു നാഷണൽ യൂണിറ്റി റാദർ ദാൻ റീജിയണൽ യൂണിറ്റി. പ്രാദേശികമായിട്ടുള്ള ഐക്യത്തിനല്ല, മറിച്ച് ദേശീയ ഐക്യത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തത് എന്നുള്ളതാണ്. അടുത്തത് ഗിവ്സ് ലെസ് ഇമ്പോർട്ടൻസ് ടു ജെൻഡർ ജസ്റ്റിസ്, ലിംഗനീതിക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളതാണ് അടുത്ത വിമർശനം. മെൻ ആൻഡ് വിമൻ ആർ നോട്ട് ട്രീറ്റഡ് ഈക്വൽ എന്നുള്ള ഒരു വിമർശനമുണ്ട്. അതായത് സ്ത്രീകളെയും പുരുഷന്മാരെയും സമന്മാരായിട്ടുള്ള ഭരണഘടന കണ്ടിട്ടുള്ളത് എന്നുള്ളൊരു വിമർശനം കൂടി ഉണ്ട്. മാത്രമല്ല മറ്റൊരു വിമർശനമല്ല, ഒരു പോരായ്മ കൂടിയുണ്ട്. മറ്റൊരു പോരായ്മയായിട്ട് കണക്കാക്കിയിരിക്കുന്നത് സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് വെയർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളതാണ്. അതായത് സാമൂഹ്യ സാമ്പത്തിക പുരോഗതി നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയത്, അതിന് പ്രയോറിറ്റി കൊടുത്തില്ല. ഇറ്റ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തേണ്ടവയായിരുന്നു, അതിൽ ഉൾപ്പെടുത്താതെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അടുത്ത വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ അതോടെ നമ്മുടെ ഈ 5 ചാപ്റ്ററുകൾ കൂടി അവസാനിച്ചു. നമ്മുടെ സെക്കൻഡ് സീരീസ് അതും അവസാനിച്ചു. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുക, കുറിപ്പുകൾ തയ്യാറാക്കുക, പഠിക്കാൻ പറഞ്ഞ ഭാഗങ്ങൾ വിശദമായിട്ട് പഠിക്കുക. മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് നമ്മളിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് നിങ്ങളത് പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുക. ഇവയൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ്. ഇവ മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിക്കുക. താങ്ക് യു.